എനിക്ക് ഈ മൂക്കുത്തിയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു. സത്യം പറഞ്ഞാ ഇവിടെ ഒന്നും വേണ്ടതാ. പക്ഷെ മൂക്കുത്തി തരാൻ എൻ്റെ സ്വർണത്തിന്റെ സൂചിയൊന്നുമില്ല. സ്വർണത്തിന്റെ സൂചി കിട്ടാനേ തട്ടാനെ കെട്ടണം. ഞാൻ വേറൊരു പണിക്കരാ. ഇതെന്താ ഈ വാളും പരിചയ കഴുത്തെ തൂക്കിയിരിക്കുന്നത്? എന്റെ നെഞ്ചു പോയി. നിന്റെ കഴുത്ത് വേദനയാവുന്നില്ലേ? നിന്റെ വെയിറ്റ് കണ്ടില്ലേ? ഇത് എത്ര പോനാ? 10. 10? അച്ഛൻ തന്നതാ. അച്ഛന് മോളോട് വലിയ സ്നേഹമാണല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആ സ്നേഹത്തിന് കുറവൊന്നും വരുത്തണ്ട. വേണ്ടതൊക്കെ അച്ഛനോട് ഇനിയും ചോദിച്ചു വാങ്ങിച്ചോളൂ. തൽക്കാലം ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കേ. എനിക്ക് ഈ സാധനം ദേഹത്ത് തൊടുന്ന ഇഷ്ടമല്ല. സ്വർണ്ണ ഇഷ്ടമല്ല? അത് ചീത്തയാ. എന്നാലും ഇത് ഞാൻ അഴിച്ചു വെക്കില്ല. അവള് ചെയ്തത് എന്തായാലും തെറ്റാ. അതും ഭാസ്കരനോട്. ഒന്നാലോചിച്ചാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. 10 പവൻ ഒരുക്കി പണിത് കൊടുക്കാൻ ഭാസ്കരൻ അവളെ മാത്രമേ കിട്ടിയുള്ളൂ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടില്? 10 മാറ്റുള്ള പെണ്ണ അവള്. അതുകൊണ്ടാ ഭാസ്കരൻ അവളെ സ്നേഹിച്ചതും സ്വർണം കൊണ്ട് മൂടിയതും അല്ല. എന്നിട്ട് ആ ഒറ്റ കാരണം കൊണ്ട് അവൾ എന്നെ കൊണ്ട് ഇന്ന് ചാരായം കുടിപ്പിച്ചു. എഴുന്നേക്ക്. എന്നെ പിടിക്കണ്ട വെളിച്ചപ്പാടെ. ഞാൻ വീഴൂല. എന്റെ മനസ്സിന്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാനിന്ന് കുടിച്ചത്. എന്റെ ഭഗവതി, ഒരു പെണ്ണ് ചതിച്ചു എന്ന് വെച്ച് ചാരായം കുടിക്കേണ്ട ഗതികേട് വരുന്ന കഷ്ടമല്ലേ ഭാസ്കര? നീ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? പോയ 10 പവന്റെ പിന്നാലെ നിന്റെ ജീവിതവും പോവില്ലേ? പോയാ പോട്ടെന്റെ വെളിച്ചപ്പാടെ. ഇന്ന് എന്റെ മധുവിധുവാ. മധു എന്ന് പറഞ്ഞ ചാരായം, വിധു എന്ന് പറഞ്ഞ രാത്രി. അതായത് ചാരായ രാത്രി. നിന്നെ മലയാളം പഠിപ്പിച്ച മാഷ എനിക്കൊന്ന് കാണണം. എടാ പണിക്കരെ, കള്ളപ്പണിക്കരെ, ചെറ്റ പണിക്കരെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടാ ഭാസ്കരനെ തനിക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. വിഷമിക്കാനൊന്നുമില്ല. മോള് 2 തൊട്ടി വെള്ളം കോരി തലയിൽ ഒഴിച്ചു കൊടുക്ക്. ആദ്യമായിട്ട് കുടിച്ചതിന്റെയാ. എന്തിനാ എന്നെ മഴയെ തിരുത്തിയിരിക്കുന്നത്? എന്റെ മോന് ആ ദുഷ്ടത്തി കൈവശം കൊടുത്തതാ. ഏട്ടൻ കിടന്നു. പോയത് പോട്ടടാ. നീ ഇനി കുടിക്കരുത്. മോൻ എത്രയാ കുടിച്ചത്? 500 മില്ലി. വേണമെന്ന് വെച്ചിട്ടല്ല അച്ഛാ. അമ്മ അറിയാതെ ഒരു 200 എനിക്കും വാങ്ങിത്തരായിരുന്നു. അത് നീ ചെയ്തില്ല. എടുത്തോളി. വായിച്ചോര് വായിക്കാത്തോട് കൊടുക്കണം. എത്രയും പ്രിയപ്പെട്ട മാധവൻ നായർ, നമ്മുടെ ഈ അതിമനോഹരമായ ഗ്രാമത്തിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. എന്താ? നമ്മുടെ തട്ടാൻ ഭാസ്കരൻ ഒരു ഉഗ്രൻ സ്വർണ്ണപ്പീടിക തുറക്കാൻ പോകുന്നു.
വളകൾ, മാലകൾ, കമ്മലുകൾ എന്നിവ അതിമനോഹരമായി പണിയുന്നതിന് സമീപിക്കുക തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണ്ണക്കനി. ആൻ സൺസോ? കല്യാണം കഴിക്കാത്ത ഭാസ്കരനെ എവിടുന്ന ആൻ സൺസ്? അത് ഹാജിയാർ സ്റ്റൈലിന് വേണ്ടിട്ടതാ. അപ്പൊ ഈ സ്വർണ്ണ ഖനി എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കണ്ടോ? അതും ഹാജിയാരുടെ വകയാ. സുഹൃത്തുക്കളെ, ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ അഭിലാഷം ഇതാ പൂവണിയാൻ പോകുന്നു. ടീച്ചറെ, ഉദ്ഘാടനം തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണ്ണക്കനി. അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും സമ്മേളിക്കുക. രണ്ട് തല ഒപ്പയിരിക്കണം. ആ വരൂ വരൂ ഭാസ്കര. നിക്കൂ. ദക്ഷിണ ദക്ഷിണ. ഒന്നുകൂടെ മാറുമോ? എന്നോട് മാറിക്കോ. എന്താ ഔക്രയ്യ ആക്രാന്തം കാണിക്കണേ? നാളികേരം കാണാത്ത പോലെ. മാറി. അയ്യോ, നല്ലൊരു കഷ്ടം. മോളെ, അലാറം അടിച്ചു. അച്ഛന് പോയി കഷായം എടുത്ത് കൊടുക്കും. അച്ഛാ, 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 അമ്മേ, അച്ഛൻ വിളിച്ചിട്ട് മിണ്ടണില്ല. അയ്യോ മരിക്കുക ജീവിക്കുക എന്ത് പണി ആയിക്കോട്ടെ, ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല. ആകെ രണ്ടാടേ ഉള്ളൂ. നടക്ക് നടക്ക്. എന്റെ മുത്ത്. തെയ്യും തത്ത തെയ്യും താഹ, 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 ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം എന്നെ ശിക്ഷിക്കില്ല. തെയ്യും പായാരം വരാണ്ട് പറിച്ചിട്ടൂറ വയ്ക്കാരാ. ഇന്നെല്ലെങ്കിൽ എല്ലാത്തിനും പുകച്ചു പുറത്തിയായിരിക്കും ഞാൻ. ഒരു ഡാൻസ്. കുട്ടികളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇത് അനീതിയാണ്, അധർമ്മമാണ്. തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അതും പെൺകുട്ടി. അവളുടെ മുമ്പിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത് വലിയൊരു ജീവിതമാണ്. നീണ്ടു കിടക്കല്ലേ? അങ്ങനെ നീണ്ടു നിവർന്ന ഒരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിപ്പോയത്. എനിക്ക് ആരോട് സ്നേഹമില്ല. സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ലെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്, ഇവിടെ കുത്തനും പരിപ്പെടുക്കും തന്നെ സ്ഥാനമുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ കൂട്ടത്തിൽ ഞാനില്ലെന്ന് മാത്രം നീ മനസ്സിലാക്കുക. മയത്തിൽ വീഴ്ച മതിയിടും. ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് വിട്ടിട്ടിരിക്കുകയാണെങ്കിൽ എന്റെ വക മമ്പറം പള്ളിക്കൽക്ക് ഒരു നേർച്ച ഉണ്ട്. ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപ്രമാണിയാണ് ഞാൻ. എന്റെ തലയിലും തീർത്ഥം തളിച്ചത്ര ശരിയായില്ല. സോറി.